അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നൂഡിൽസ് ആണ് ഗൈസ്. നൂഡിൽസ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് മേക്ക് ഇറ്റ്. ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് ഈ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കണം. സോ നമുക്കിത് അരിഞ്ഞെടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഉള്ളി അരിഞ്ഞെടുത്തു ഗൈസ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ലൈക്ക് ഈ നെയ്ച്ചോറിനെല്ലാം ഗാർണിഷിനിടാൻ പാകത്തിന് ആക്കുന്ന പോലെ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം ഗൈസ്. നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് അത് ഉപ്പിടണം ഗൈസ്. ഉപ്പിടാൻ മറന്നു വരുത്. ഉപ്പിട്ടിട്ട് വേണം നല്ല ബ്രൗണിഷ് ആയിട്ട് ഫ്രൈ ചെയ്തിട്ട്. സംഭവം ഇങ്ങനെ പുകഞ്ഞ് വരും. എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് വെച്ചോ. പക്ഷെ നല്ലോണം പരമാവധി എത്രത്തോളം നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഫ്രൈ ചെയ്യാം. പുകഞ്ഞിട്ട് കാണുന്ന പോലും ഇല്ല ഗൈസ്. അങ്ങനെ ഈ ഏകദേശം ഈ ഒരു ലെവൽ കിട്ടിയാൽ മതി നമുക്ക്. ഇങ്ങനെ ഫ്രൈഡ് ഒരു ഓണിയൻ ഒരു സംഭവം ആയിക്കട്ടെ. എന്നിട്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞ ശേഷം നമ്മൾ നൈസായിട്ട് വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കുക ഗൈസ്. ഇതെല്ലാം ആവശ്യമുള്ള സാധനങ്ങളാണ്. നമുക്ക് നെക്സ്റ്റ് വേണ്ടത് മുട്ടയാണ് ഗൈസ്. ഇത് 1 or 2 എടുക്കാം. കറൻ്റ്ലി ഞാൻ അല്ലെങ്കിൽ 2 എടുക്കാം അല്ലേ? 2 എടുക്കാം ഗൈസ്. നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ സൂക്ഷിക്കുക, നല്ല പുക വരും കിച്ചണിൽ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നല്ല ഉപ്പിട്ടിട്ട് മുട്ട ഇങ്ങനെ ചിക്കി എടുക്കുക. അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2 മുട്ട എടുത്തിട്ട് ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഗൈസ്. അല്ലെങ്കിൽ നേരത്തെ ഉള്ളി ഇട്ട പാത്രത്തിന് ഇത് അതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കാം ഗൈസ്. നമുക്കിനി ആവശ്യമുള്ളത് ഒരു നീളമുള്ളൊരു പച്ചമുളക് എടുക്കുക. ഇത് അരിഞ്ഞെടുക്കുക ഗൈസ്. ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിലിട്ട് നമ്മൾ കിടക്കും ഗൈസ്. നമ്മൾ പച്ചമുളക് അരിഞ്ഞു. ഇനി നെക്സ്റ്റ് ന്യൂഡിൽസ് ഉണ്ടാക്കാം ഗൈസ്. ഇവിടെ അങ്ങനെ ഫൈനലി ന്യൂഡിൽസ് പൊട്ടിക്കാൻ പോവാണ്. ഞാൻ ഒരു ഒറ്റ കട്ട അതിനകത്ത് എടുക്കുന്നുള്ളൂ. ഒരു കട്ട അതിനകത്ത് ബാക്കി വെക്കുന്നുണ്ട്. എനിക്ക് 2 കട്ട ഇട്ടാം ഗൈസ്. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ്. ഫസ്റ്റ് വെള്ളം ഒന്ന് തിളക്കട്ടെ. ഇത് നമ്മൾ മുട്ട ഉണ്ടാക്കി അതേ പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചെന്നുള്ളൂ. അവൻ തിളച്ച് വരുമ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു കട്ട ഇടാം. ഇനി നമുക്ക് ഫസ്റ്റ് മാഗി മസാല ഇടാം ഗൈസ്. എന്നിട്ട് കട്ട ഇടാം. മസാല ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഞാൻ ഫുള്ള് മസാല ഇട്ടിട്ടില്ല. ഇത്തിരി ഈ പാക്കറ്റിന് ബാക്കി വെച്ചിട്ടുണ്ട്. അതിനെ കൊണ്ട് ലാസ്റ്റ് ഒരു ആവശ്യമുണ്ട് ഗൈസ്. എന്നാലും വേറെ കുറേ മൊത്തം മസാല ഇട്ടിട്ടുണ്ട്. പക്ഷെ കുറച്ചൊരു തുള്ളി ബാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി കട്ട ഇടാം ഗൈസ്. ഇതിൽ കട്ട ഇടാം. കട്ട ഇട്ടു. പക്ഷെ വെള്ളം കുറച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. നമ്മൾ പാത്രം എടുക്കുന്നതനുസരിച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു. ഇനി നമുക്കിത് വറ്റിച്ചെടുക്കാം ഗൈസ്. വറ്റിച്ചെടുക്കാം. അതിന് മുമ്പ് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചവെള്ളം ഉണ്ടല്ലോ, അത് ഈ ടൈമിലാണ് ഇടാൻ. അത് നമുക്ക് ഇടാം ഗൈസ്. അത് നമ്മൾ പച്ചവെള്ളം ഇടണം ഗൈസ്. പച്ചവെള്ളം അത് വെള്ളത്തിൻ്റെ ഒപ്പം തന്നെ ഇടണം. ഞാനും മറന്നുപോയി. അങ്ങനെ ഇപ്പോൾ ഇട്ടാലും മതി. പച്ചവെള്ളം ഇടണം ഗൈസ്. ആയി. അതിൻ്റെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് സെറ്റാവട്ടെ ഗൈസ്. വെള്ളമെല്ലാം മാറ്റട്ടെ. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് ഇടാം കേട്ടോ. നമുക്ക് സ്പൈസ് അത്യാവശ്യം നല്ല സ്പൈസി ആണെങ്കിൽ കുറച്ചുകൂടി കുരുമുളകും കൂടി ഇടാം. എന്തായാലും കുരുമുളക് ഞാൻ അവസാനം ഇടുന്നുണ്ട്. കറി പച്ചവെള്ളം ഒന്ന് സെറ്റാവട്ടെ. ഞാൻ കുറച്ച് ഇച്ചിരി ഓയിൽ അതിൻ്റെ മേലെ സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാണ്ടിരിക്കേണ്ടിയിട്ടാണ്. ഐ തിങ്ക് കുറച്ച് ഓയിൽ ഒഴിച്ചാൽ ഒട്ടിപ്പിടിക്കില്ലായിരിക്കും. സാധാരണ ഒട്ടിപ്പിടിക്കാതിരിക്കേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ ഒഴിക്കുന്നത്. നമ്മൾ ഏകദേശം ഇത് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും മുട്ടയിൽ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഗൈസ്. കുരുമുളക് ഇട്ടിട്ട് ഒന്ന് ഫുള്ള് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ബൗളിലോട്ട് മാറ്റാം ഗൈസ്. ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് പിന്നെ ബാക്കി കുറച്ചുണ്ടായിരുന്ന മാഗി മസാല കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഞാൻ പിന്നെ ബൗളിലോട്ട് മാറ്റിയിട്ട് സ്പ്രിങ്കിൾ ചെയ്തിട്ട് മിക്സ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇറ്റ്സ് യുവർ ചോയ്സ് ഗൈസ്. ഫൈനലി നമ്മളെ മാഗി റെഡി ആയിരിക്കുന്നത് ഗൈസ്. എനിക്ക് സോസും കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് സോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലെറ്റ്സ് ഈറ്റ് ഇറ്റ് ഗൈസ്. കഴിച്ചു നോക്കാം. അടിപൊളി സാധനം. ഞാൻ ഉണ്ടാക്കിയോ ഗൈസ്. എനിക്ക് എന്തായാലും വീട്ടിൽ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അങ്ങനെയൊക്കെയാണ് സാ. അത് പ്ലെയിൻ മാഗി തിന്നാൻ കുറച്ചും രസമാണ്. ഉറപ്പായും ഗൈസ്.